ഫിൻജാൽ ചുഴലിക്കാറ്റ് ശനിയാഴ്ച രാത്രി 11:30 പൂർണ്ണമായി കരതൊട്ടു. ചെന്നൈയിലും തമിഴ്നാടിന്റെ കിഴക്കൻ തീരദേശങ്ങളിലും കനത്ത മഴക്കെടുതിയിൽ തമിഴ്നാട്ടിൽ 4 മരണം. ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. ചെന്നൈ വിമാനത്താവളം തുറന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വലിയ നാശനഷ്ടങ്ങളാണ് ഫിൻജാൽ ചെന്നൈ തീരത്തും തമിഴ്നാട് മേഖലകളിലുമൊക്കെ വരുത്തിയത്. ഇതിന്റെ പ്രഭാവം എത്ര മണിക്കൂറുകൾ കൂടി ഉണ്ടാകും? ശക്തമായ ചുഴലിക്കാറ്റാണ് ഉണ്ടായത്. അതിന്റെ കര തൊട്ടപ്പോൾ തന്നെ, അതായത് 80 കിലോമീറ്ററോളം വേഗതയിൽ കര തൊട്ടു എന്നാണ് പ്രാഥമികമായ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമായത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ അത് ശക്തമായ ഒരു ഡിപ്രഷനിൽ നിന്നും ഏതാണ്ട് ഇന്നലെ 2:30 അത് വലിയൊരു ശക്തിയേറിയ ന്യൂനമർദ്ദമായി മാറിയിരുന്നു. 2 ദിവസം മുമ്പ് അതിശക്തമായി കാറ്റടിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തമിഴ്നാടും പ്രദേശങ്ങളിലെല്ലാം തന്നെ 300 കിലോമീറ്ററിലേറെ വേഗതയിൽ ചിലയിടങ്ങളിൽ കാറ്റ് വീശി എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അതിശക്തമായ കാറ്റുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് മുകളിലുള്ള സംവിധാനങ്ങൾ തകർന്നു വീഴുന്നതും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. 1-2 പേരുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പ്രാഥമികമായി ചില വിവരങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നത് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, നിലവിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരണം 4 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയും പുറത്തുവിട്ട് വരുന്നുണ്ട്. ഈ ശക്തമായ ചുഴലിക്കാറ്റ്, അതായത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു 80 കിലോമീറ്ററിലേറെ വേഗതയിൽ അതിശക്തമായി കാറ്റടിക്കാനുള്ള സാധ്യത മേഖലകളിലെല്ലാം, അതായത് തീരത്ത് നിന്നും കര തൊടുമ്പോൾ, അതായത് തീരം തൊടുമ്പോൾ തന്നെ ശക്തമായൊരു കാറ്റ് കരയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കര തൊടുമ്പോൾ അതിശക്തമായ കാറ്റുണ്ടാകുമെന്ന വിവരങ്ങളും ലഭ്യമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ കാറ്റ് തന്നെയാണ് ഇന്നലെ ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വൻതോതിൽ സ്വത്തുക്കൾക്ക് നാശനഷ്ടം, അതായത് നിരവധി കെട്ടിടങ്ങൾ തകരുക, അതുപോലെ തന്നെ പൊതു സംവിധാനങ്ങളെല്ലാം തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നിരവധി മുൻകരുതൽ സ്വീകരിച്ചതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് അവർക്ക് അത്തരത്തിലുള്ളവർക്കൊന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ, അതായത് 2 ദിവസം 3 ദിവസം മുൻപ് തന്നെ ചുഴലിക്കാറ്റിന്റെ പാത കൃത്യമായി നിരീക്ഷിക്കാൻ സാധിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ബോട്ടുകളും അതുപോലുള്ള അനുബന്ധ സംവിധാനങ്ങളെല്ലാം തന്നെ വളരെയധികം സുരക്ഷിതമായ ഭാഗങ്ങളിൽ കരയ്ക്ക് കയറ്റി വെക്കാനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയത് ഏറെ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഒഴിവായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായി മത്സ്യബന്ധന തൊഴിലാളികളോട് കൃത്യമായി കടലിൽ പോകരുതെന്ന നിർദ്ദേശവും നിലനിന്നിരുന്നു. നിരീക്ഷണമെല്ലാം തന്നെ ശക്തമായി നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുള്ളതിനാൽ അത്തരത്തിലുള്ള അപകടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കടലിൽ കാണാതാവുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. എന്തായാലും ശക്തമായ കാറ്റടിച്ചിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശരി ഐസൺ. ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്നലെ കരതൊട്ടു. ചെന്നൈയിൽ ശക്തമായ മഴ, 4 മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.